എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. മകീരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് മാസത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകീരം നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Nine of Pentacles, World card, Seven of Swords, King of Cups, Queen of Ocean, High Priestess എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാധ്യതകളുള്ളൊരു മാസമായിരിക്കും ഈ ഒരു മാസം. ആദ്യം തന്നെ 9 of Pentacles and Queen of Oceans ആണ്. വളരെ സമൃദ്ധിയും ഐശ്വര്യവും ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ജീവിതത്തിൽ പൊതുവെ സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരത്തിലേക്ക് പോകാൻ പറ്റുന്നൊരു സമയം കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം. അതേപോലെ തന്നെ സാമ്പത്തികം എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചൊരു ഇപ്പോൾ വെറുതെ ഉള്ളൊരു ഒരു മാറ്റം, ചെറിയ രീതിയിലുള്ളൊരു സാമ്പത്തിക നേട്ടം എന്നുള്ളതല്ല, ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു ലക്ഷറി അനുഭവിക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നിരുന്നാലും പൊതുവെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വളരെ ഹയർ ഒരു പൊസിഷൻ, ആ ഒരു ലക്ഷറി ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് എത്താനുള്ള ഒരു ചവിട്ടുപടി എന്നുള്ള രീതിയിലാവാം. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ലക്ഷറി ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു നറുക്കെടുപ്പിലൂടെയോ അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യതയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ള ആ ഒരു ലക്ഷറി, ആ ഒരു 5 സ്റ്റാർ ലെവലിലുള്ളൊരു എന്തെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അതുകൊണ്ടാണ് ഡിഫറെൻ്റാന്ന് പറഞ്ഞത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷറി ജീവിതത്തിലേക്ക് നിങ്ങൾ മാറുന്നതായിരിക്കാം. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയത്ത് അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടോ ഇതുപോലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുക, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഇടത്ത് പോവുക, അതേപോലെയുള്ള അല്ലെങ്കിൽ ഒരു വിദേശത്തേക്ക് പോവുക, ഏതെങ്കിലും ഒരു വിദേശ രാജ്യം സന്ദർശിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രത്യേക രാജ്യത്തേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാധ്യതകൾ നൽകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്, അല്ലെങ്കിൽ പൊതുവേ നമ്മളെല്ലാവരും ഓരോരുടെ വീടുകളിൽ താമസിക്കുന്നു. സ്വന്തമായിട്ടാണെങ്കിലും വാടകയ്ക്കാണെങ്കിലും എങ്ങനത്തെ സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങളുടെ വീടെന്ന് പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന ഇടമാണ് ഉദ്ദേശിച്ചത്. അപ്പം അവിടെ ആ ഒരു കുടുംബം, നിങ്ങളുടെ കുടുംബമുള്ള ഇടത്ത് നിങ്ങൾ താമസിക്കുന്നു. അപ്പോൾ അവിടെ അതിന് വലിയൊരു പ്രാധാന്യം, അല്ലെങ്കിൽ അതൊരു വലിയൊരു ഭാഗ്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ഒരു പക്ഷേ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് മാറുന്നൊരു ഹോസ്റ്റലിലേക്ക് മാറി താമസിക്കുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ സിറ്റുവേഷൻ നിങ്ങൾ കാണുമ്പോൾ കുടുംബം എന്ന് പറയുന്നത് കയറി കിടക്കാൻ ഒരു വീട് എന്നുള്ളത് അത് അച്ഛനമ്മമാരോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയാണ്, വിവാഹിതരാണെങ്കിൽ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലുള്ളത് അത് വലിയൊരു ഭാഗ്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു ബ്ലെസ്സിങ് ആണ് എന്നുള്ളത് ഇതുവരെ നമ്മൾ പറയില്ല, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ഫീലിംഗ് റിച്ച് എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സിറ്റുവേഷനിലാണെങ്കിലും വീടൊക്കെ നല്ല മോടി പിടിപ്പിച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിന് അനുസരിച്ചിട്ട് ഒരു കംഫർട്ടബിൾ റിലാക്സ് ആയിട്ടുള്ളൊരു ജീവിത സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിൽക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ എവിടെ പോയാലും അവിടുത്തെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളായിരിക്കും. അതിപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കും, നിങ്ങളുടെ സോഷ്യൽ ലൈഫിൽ എന്തെങ്കിലും ഒരു പബ്ലിക് എന്തെങ്കിലും ഒരു സെറിമണി, ഒരു ഫങ്ഷൻ്റെ ഭാഗമായിട്ടാവാം. അങ്ങനത്തെയൊക്കെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ജീവിത സാഹചര്യം, നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിത സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഒത്തിരി സന്തോഷവതിയാണ് നിങ്ങൾ. നിങ്ങളുടെ ഫാമിലി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ഫാമിലി, അതായത് വിവാഹിതരായിട്ടുള്ളവരാണെങ്കിലും പ്രണയിക്കുന്നവരാണെങ്കിലും ലിവിങ് ടുഗെദർ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്കില്ല, നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളുടെ പാരൻസ് സഹോദരങ്ങളും ആണെങ്കിൽ അവിടെയും ഒരു കണ്ടെയ്ൻമെൻ്റ് ആണ്, ഒരു തൃപ്തി, ആ ബന്ധങ്ങളിൽ നിന്നൊരു സന്തുഷ്ടിയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. ഒരു ഫൈനൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഫൈനലി മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സമാധാനവും സ്വസ്ഥതയും ജീവിതത്തിൽ. അതേപോലെ പുതിയൊരു അതിഥി വരുന്ന സിറ്റുവേഷൻ, അതായത് ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് പ്രഗ്നൻസിക്ക് ചാൻസസ് കൂടുതലുള്ളൊരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. ഒരു മദർ ഫിഗർ ഇത് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ
ഒരു പക്ഷേ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ്, അല്ലെങ്കിൽ നിങ്ങൾ പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ഫാമിലിയിലേക്ക് ആ ഒരു എനർജി വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതായത് ചില റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുകയാണ്, നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നു എന്നുള്ളത്. നെക്സ്റ്റ് വേൾഡ് കാർഡ് ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒത്തിരി യാത്രകൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മാസം എന്ന് വെച്ചാൽ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്, കാരണം ഒത്തിരി ട്രാവൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ഫൈനലി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഇടത്തേക്ക് പോകാൻ പറ്റുന്ന എനർജി. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, യാത്രയ്ക്കുള്ള ചാൻസ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഡ്രീം. ഇപ്പോൾ പലരും ചോദിക്കും, എവിടെ, ചില ആളുകൾക്ക് ചോദിക്കും ഇന്നൊരു സ്ഥലത്തേക്ക് പോവാം, അത് നിങ്ങളുടെ ഡ്രീമാണ്. അപ്പോൾ ആ ഒരു ഡ്രീം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പെർട്ടിക്കുലർ റിവാർഡ്സ് ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നുണ്ട്. കോമ്പറ്റീഷൻ ലൈഫിൽ ഉണ്ടായിരുന്ന ഇടങ്ങളിൽ നിന്നും അത് മാറുന്നു. അതായത് നിങ്ങളെ എതിർക്കാൻ നിൽക്കാനൊന്നും ആരും ഇല്ലല്ലേ, എല്ലാം നിങ്ങൾക്ക് ഈസിലി എളുപ്പത്തിൽ വരുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ലൈഫിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങളുടെയും ഒരു പര്യവസാനം. അപ്പോൾ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വീട് പണി പൂർത്തിയാക്കുന്നു. അടുത്തിടയ്ക്ക് വീട് പണി ഇടയ്ക്ക് നിന്ന് പോയി ബ്ലോക്കൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ട് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് പുനരാരംഭിച്ച് അത് പണി പൂർണ്ണമായിട്ടും ഫൈനലൈസ് ചെയ്യുന്ന വീട്ടിലേക്ക് കയറി താമസം, വീട് വെഞ്ചരിപ്പോ അല്ലെങ്കിൽ പാലുകാച്ചോ അതുപോലത്തേക്കുള്ളൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ യാത്ര കാണുന്നത് പൊതുവിൽ മൊത്തത്തിലുള്ളൊരു യാത്രയാവും. അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഇടത്ത് നിന്ന് എല്ലാം കൊണ്ട് പുതിയൊരു വീട്ടിലേക്ക് കയറി താമസിക്കുന്ന ഒരു ജീവിതയാത്ര എന്നുള്ള രീതിയിലും ആവാം ഇത് സൂചിപ്പിക്കും. നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഫുൾ ഓഫ് എനർജിയാണ്. ഈ ഒരു സിറ്റുവേഷൻ തന്നെ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരൊക്കെ വീട്ടിലിരിക്കണം ആഗ്രഹിക്കുന്ന ഒരു ഹോം ബോഡിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ലാതെ കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്നു, പുറത്തൊക്കെ പോകുന്നത് സോഷ്യലി ആക്റ്റീവ് ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതേപോലെ ഫിസിക്കലി ആക്റ്റീവ് ആണ്, നിങ്ങൾ നടക്കാൻ പോകുന്നു, എന്തെങ്കിലും കളികൾ ആക്റ്റീവായിട്ടിരിക്കുന്നു, ജിമ്മിൽ പോകാനും ചില ആളുകൾ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ വേൾഡ് കാർഡ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു എനർജി ഈവൻ ഒരു പ്രായഭേദമന്യേ കുറച്ച് സ്പിരിച്വലാണ്. നിങ്ങൾ ആത്മീയതയിലേക്ക് അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അതായത് ആത്മീയ കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഏത് രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തൃപ്തി തരുന്ന കാര്യമാണ്. അപ്പോൾ പുതിയൊരു മനസ്സമാധാനം കാര്യങ്ങളുണ്ട്, ആത്മീയ കാര്യങ്ങളിലേക്കും നിങ്ങൾ ഇറങ്ങുന്നു. കാരണം ജീവിതത്തിൻ്റെ തത്വം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ നിയോഗമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാവാം. ഇപ്പോൾ കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികളിൽ പോലും ഓരോരുത്തരും അവരുടെ പ്രായത്തിൽ കൂടുതൽ കവിഞ്ഞൊരു അവർ ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റിക്ക് അപ്പുറത്തേക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഒക്കെ തുടങ്ങുന്നതായിട്ട് കാണാം. അല്ലാത്തവരെ സംബന്ധിച്ച് വളരെയധികം കാം ആൻഡ് ക്വൈറ്റ്, ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള രീതിയിൽ വളരെ മെച്യൂറായിട്ടൊക്കെ സംസാരിക്കുക, പ്രവർത്തിക്കുക. ഇപ്പോൾ എന്തിനും ഏതിനും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകൾ, സങ്കടം വരുന്ന, അതായത് എക്സ്പ്രഷൻസ് ഓവറായിട്ടും ആകുന്ന ആളുകൾ, ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു രീതിയിൽ നിന്ന് നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. മൊത്തത്തിൽ നിങ്ങളെല്ലാം വളരെ പുഞ്ചിരിയോട് കൂടിയിട്ട് നോക്കി കാണുന്നു എന്നുള്ള രീതിയാണ്. അതേപോലെ തന്നെ 7 ഓഫ് സോഡ്സ് എനർജി ആൻഡ് ക്യൂൻ ഓഫ് ഓഷ്യൻസ് എനർജിയാണ്. അപ്പോൾ 7 ഓഫ് സോഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് ഓഷ്യൻസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കഴിഞ്ഞ കാലമാണ്. ഇപ്പോൾ ഇവിടെ എടുത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടില്ല നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ നടക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വിദേശത്ത് പോകാൻ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇപ്പോൾ UK മറ്റിടങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോകാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടാവും. ആ സമയത്തൊന്നും അത് നടന്നില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലിയായി ആ സ്വപ്നം എവിടെയൊക്കെയോ കിടക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതൊക്കെ ചാൻസസ് കാണിക്കുന്നുണ്ട്. അത് ഒന്ന്. അതേപോലെ തന്നെ പലയിടങ്ങളിലും പല സാഹചര്യങ്ങളിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫെയിലിയേഴ്സ്, അതിപ്പോൾ വിദേശത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ തന്നെ ആവണമെന്നില്ല, നിങ്ങളിത് ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. പഠിക്കുന്ന പ്രായത്തിൽ വലിയൊരു പോസ്റ്റിൽ നിൽക്കണം എന്ന് വിചാരിച്ച് കാണും. പിന്നെ ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് കുടുംബവും പ്രാരാബ്ദം കഴിയുമ്പോൾ ഈ സമയത്ത് വീണ്ടും പഠനത്തിലേക്ക് തിരിച്ചു വരിക. ചാൻസസ് ആർ ഹൈ, നിങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് ഇനിയും ചാൻസസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.